ഭുവസ്വഹ തത്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സായി സച്ചരിതം ഇന്ന് 9ാമത്തെ ദിവസം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ കൃത്യമായി കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന അടിയുറച്ച വിശ്വാസത്തിൽ ആണ് ഈ പറയുന്ന ആൾ ഉള്ളത്. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരന്തേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. 6ാം അധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ പറഞ്ഞത് 6ാം അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വിസ്തരിച്ച് മനസ്സിലാക്കാം. സായി സച്ചരിതം കേട്ടാൽ അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ സായി സച്ചരിതം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ മുൻജന്മ പാപങ്ങൾ തീരും എന്ന് സച്ചരിതത്തിൻ്റെ ഈ സായി സച്ചരിതത്തിൻ്റെ കർത്താവായ ശ്രീ ഹേമന്ത് പന്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യവും 2 പ്രാവശ്യമല്ല, നിരന്തരമായിട്ട് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മുഴുവൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. ധാരാളം ആൾക്കാരുടെ അനുഭവമാണ്. ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിയേണ്ടതാണ്. അടിയുറച്ച വിശ്വാസം, പതറാത്ത വിശ്വാസം നമുക്ക് ഈശ്വരനിൽ ഉണ്ടായിരിക്കണം. അഗ്നിക്ക് വാസനയെ ദഹിപ്പിക്കാനാവില്ല, പക്ഷെ സായീശ്വരന്റെ തൃക്കര സ്പർശത്താൽ മുൻജന്മ പാപങ്ങൾ നിശേഷം ഒടുങ്ങും. മുൻജന്മ പാപങ്ങൾ, ഈ ജന്മത്തിൽ ഇത്രത്തോളം ചെയ്ത പാപം ഈ ശരീരത്തിൽ വരുന്നതിനേക്കാൾ മുന്നിൽ ഈ ആത്മാവ് മറ്റേതൊരു ശരീരത്തിലായിരുന്നോ ഉണ്ടായിരുന്നത്, ആ ശരീരത്തിൽ ചെയ്ത പാപങ്ങൾ, ആ ശരീരത്തിൽ ചെയ്ത സുഹൃതങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ ജന്മത്തിൽ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം മുൻജന്മ പാപങ്ങൾ തീരാൻ ഋഷീശ്വരന്മാരുടെ ചരിതങ്ങൾ വായിക്കുകയോ അത് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വേണ്ട പരിവർത്തനങ്ങൾ വരുത്തുകയോ വേണം. എന്നാൽ മുൻജന്മ പാപങ്ങൾ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും കുറേയൊക്കെ. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപം എന്നുള്ളിൽ തന്നെയാണെന്ന അറിവ് എന്നിൽ ഉദിക്കുന്നു. ജ്ഞാനം നമ്മളിൽ ഉദിക്കും. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. എന്നിൽ ഉള്ള അതേ ആത്മാവ് തന്നെയാണ്, അതേ ചൈതന്യം തന്നെയാണ് ഈ ലോകത്തിലുള്ള സർവ ജീവജാലങ്ങളിലും സസ്യലതാദികളിലും ഒക്കെ ഉള്ളത് എന്നുള്ള അറിവ് ഋഷീശ്വരന്മാരുടെ ചരിതങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ മുൻജന്മ പാപങ്ങൾ ആ സമയത്തിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയും. ഞാൻ, നീ, എൻ്റെ, നിന്റെ എന്നീ ചിന്തകളൊക്കെ ഇല്ലാതായി ആത്മജ്ഞാനം തെളിയും. അപ്പൊ സായി സച്ചരിതം നമ്മൾ കേട്ടാൽ നമ്മളിൽ ആത്മജ്ഞാനം തെളിയും. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഈ ശരീരം കേവലം ഒരു ഉപകരണം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ചിലർക്ക് ഈശ്വര കാര്യങ്ങൾ കേൾക്കുന്നത് അതൃപ്തിയാണ്. ഈശ്വരനെ കുറിച്ച് പറയുന്നത് കേൾക്കാനോ
അറിയാനോ താല്പര്യമില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട്. അവർ സായി തൃക്കര സ്പർശത്താൽ ശാന്തിയെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ഋഷീശ്വരന്മാരെ കണ്ട മാത്രയിൽ തന്നെ അവരുടെ ആ അതൃപ്തി മാറി അവർ ഈശ്വര വിശ്വാസികളായി മാറിയ അനുഭവങ്ങൾ പണ്ടുകാലത്തും ഈ കാലഘട്ടങ്ങളിലും നമുക്ക് അറിയാം. ആ സുന്ദര സ്വരൂപം കാണും മാത്രയിൽ വികാര തള്ളിച്ചയാൽ എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ്. ഈശ്വരന് വിശ്വാസമില്ല എന്ന് പറയുന്ന ആൾക്കാർ സായീശ്വരന്റെ ഒറ്റ ദർശനത്താൽ തന്നെ മാറിയ ധാരാളം ചരിത്രങ്ങള്, അനുഭവങ്ങള് ഈ സായി സച്ചരിതത്തിൽ ശ്രീ ഹേമന്ത് പാന്ത് പറയുന്നുണ്ട്. സമസ്തവും സായിമയം. പുരാണങ്ങൾ കേൾക്കുന്നവർ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെയായി സായിനാഥൻ മനസ്സിൽ നിറയുന്നു. സായീശ്വരനെ കാണുമ്പോൾ, സായീശ്വരന്റെ അനുഭവ കഥകൾ കേൾക്കുമ്പോൾ, അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ തന്നെ അല്ലേ ഈ സായീശ്വരൻ എന്ന് നമുക്ക് ക്രമേണ മനസ്സിലാവും. അവിടുത്തെ ഉദാഹരണങ്ങൾ നാവിൽ തത്തിക്കളിക്കുക. എഴുതാനിരുന്നാലും അങ്ങനെ തന്നെ. അവിടുത്തെ പ്രചോദനം കിട്ടിത്തുടങ്ങിയാൽ തട്ടും തടവുമില്ലാതെ എഴുതാനാവും. പ്രചോദനം, ഈശ്വരന്റെ പ്രചോദനം നമുക്ക് ലഭിക്കുക. നിരന്തരമായി ഈശ്വര കീർത്തനങ്ങൾ പാടുക, നാമജപങ്ങൾ നടത്തുക, ഈശ്വരന്റെ കഥകൾ കേൾക്കുക, ഈശ്വര കാര്യങ്ങളിൽ, ഈശ്വര ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരന്റെ പ്രചോദനം നമ്മൾക്കുണ്ടാവും. ആ പ്രചോദനം നമ്മൾക്ക് കിട്ടിയാൽ വാക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി നിരനിരയായി വരികയായി. അഹങ്കാരം തലപൊക്കിയാൽ അവിടുന്ന് ശിഷ്യനെ രക്ഷിക്കാനായി അത് അടിച്ച് താഴ്ത്തുകയായി. അഹങ്കാരം നമ്മളിൽ തലപൊക്കാൻ അനുവദിക്കൂല. നമ്മളെ ഈശ്വരീയ പ്രവർത്തനങ്ങളിലെ നിരന്തരമായി ഏർപ്പെടുകയാണെങ്കിൽ അഹങ്കാരം തലപൊക്കാൻ സായീശ്വരൻ അനുവദിക്കുകയില്ല, ശ്രീകൃഷ്ണൻ അനുവദിക്കുകയില്ല, ശ്രീരാമൻ അനുവദിക്കുകയില്ല. സായിനാഥിന്റെ തൃപ്പാദത്തിൽ ശരണമടഞ്ഞാൽ വേണ്ടതെല്ലാം സ്വയമേവ വന്നുകൊള്ളും. ഈശ്വരന്റെ തൃപ്പാദത്തിൽ ശരണമടഞ്ഞാൽ വേണ്ടതെല്ലാം സ്വയമേവ വന്നുകൊള്ളും. ഒന്നിനും ഒരു കുറവ് ഉണ്ടാക്കുകയില്ല. ഒന്നിനു വേണ്ടി ചോദിക്കേണ്ടത് പോലുമില്ല. ചോദിക്കാതെ തന്നെ വേണ്ടതെല്ലാം നമുക്ക് ലഭ്യമാകും. നമുക്ക് ഈശ്വരന്റെ പ്രചോദനം ലഭിച്ചാൽ. ഈശ്വര ദർശനത്തിനായി 4 മാർഗങ്ങൾ പൗരാണികർ ഉപദേശിക്കുന്നുണ്ട്. ഈശ്വരനെ ദർശിക്കാൻ 4 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്താൽ ദർശന സൗഭാഗ്യം നമുക്ക് ലഭിക്കും. കർമ്മം, ജ്ഞാനം, യോഗം, ഭക്തി. ഈ വഴികൾ 4 തരത്തിലെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെ. കർമ്മം പ്രവൃത്തികൾ, ജ്ഞാനം അറിവ്, യോഗ ചെയ്യുക, ഭക്തിമാർഗം അതായത് കീർത്തനങ്ങൾ ആലപിക്കുക, നാമങ്ങൾ ജപിക്കുക, ഈശ്വര കഥകൾ പറയുക, ഈശ്വരന്റെ കഥകൾ കേൾക്കുക, ഈശ്വരീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ദുഃഖിതരെ സഹായിക്കുക, നിരാശഭരിതരെ സഹായിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ നമ്മൾക്ക് ഈശ്വര ദർശനത്തിനായിട്ടുള്ള സൗഭാഗ്യം ലഭിക്കും. ഈശ്വരന്റെ അനുഭവങ്ങൾ നമുക്ക് ക്രമേണ ഉണ്ടായി തുടങ്ങും. ഇതിൽ ഭക്തിയുടെ വഴി മുള്ളും കുഴികളും നിറഞ്ഞ വനപാത പോലെ. എന്നാൽ വഴികാട്ടിയായി സദ്ഗുരു ഉണ്ടെങ്കിലോ? ഭക്തിയുടെ വഴി അത്ര എളുപ്പമല്ല. മുള്ളുകളും കുഴികളും നിറഞ്ഞതാണ്. ഭക്തിയുടെ യാത്ര എന്ന് പറഞ്ഞാൽ മുള്ളുകളും കുഴികളും നിറഞ്ഞതാണ്. പക്ഷേ ഒരു സദ്ഗുരു ഉണ്ടെങ്കിൽ, ഒരു ഋഷീശ്വരന്റെ സഹായത്താൽ, ശ്രീകൃഷ്ണന്റെ സഹായത്താൽ, ശ്രീരാമന്റെ സഹായത്താൽ, സായീശ്വരന്റെ സഹായത്താൽ അവിടുന്ന് നമുക്ക് സുരക്ഷിതമായി നമ്മളെ കൊണ്ടുവരും. എളുപ്പത്തിൽ ഈശ്വര സന്നിധിയിൽ നമ്മെ എത്തിക്കും. സായീശ്വരൻ നൽകിയ വാഗ്ദാനമാണിത്. ഈശ്വര സന്നിധിയിൽ നമ്മളെ എത്തിക്കും. മനമാകുന്ന മണ്ണിൽ ഭക്തിയുടെ ജലമൊഴിച്ചാൽ ത്യാഗമാകുന്ന ചെടി തളിരിടും.
പിന്നെ ജ്ഞാനമാകുന്ന പൂ അതിൽ വിരിയും, താമസിയാതെ കൈവല്യമാകുന്ന ഫലവും ലഭിക്കും. അപ്പോഴുണ്ടാവുന്ന ആനന്ദലഹരിയിൽ ജനനമരണങ്ങൾ സ്വപ്നമെന്നറിയാനാവും. നമുക്ക് ജ്ഞാനം ലഭിക്കും. മനമാകുന്ന മണ്ണിൽ ഭക്തിയുടെ ജലമൊഴിച്ച മണ്ണിൽ, ഭൂമിയിൽ ഭക്തിയുടെ ജലമൊഴിച്ചാൽ ഒരു ത്യാഗമാകുന്ന ചെടി തളിരിടും. ജ്ഞാനമാകുന്ന പൂ അതിൽ വിരിയും. താമസിയാതെ കൈവല്യമാകുന്ന ഫലവും ലഭിക്കും. ഇത് തന്നെയാണ് ഒരു ചെടി വിത്തിട്ട് അതിന് ജലം നനച്ച് അത് ചെടിയായി വന്ന് അത് പൂ തന്ന് അത് കായ് തന്ന് അതിൻ്റെ ഫലം തന്ന് ആവുന്നത് പോലെ തന്നെ മനുഷ്യന്മാരും ഇതേപോലത്തെ പ്രവർത്തനം നടത്തിയാൽ, നാമജപം, ജലം തളിക്കുക, ഭക്തിയുടെ ജലം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നാമജപം, കീർത്തനം, ഈശ്വര കീർത്തനങ്ങൾ ചൊല്ലുക, അതുപോലെ തന്നെ കഥകൾ പറയുക, ഭഗവത് കഥകൾ പറയുക, ഭഗവത് കഥകൾ കേൾക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി നമ്മളിൽ ഒരു ചെടി ഏത് പ്രകാരത്തിലാണോ പുഷ്പിക്കുന്നത്, ഏത് പ്രകാരത്തിലാണോ അത് കായ് തരുന്നത്, അതുപോലെ തന്നെയുള്ള ഫലം നമ്മളാകുന്ന മനുഷ്യരിലും ഉണ്ടാകും. നമ്മൾ അതിനുവേണ്ടി സായി സച്ചരിതം, ശ്രീകൃഷ്ണ ചരിതം, ശ്രീരാമചരിതം ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയും പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പടർത്തുകയും ഒക്കെ ചെയ്യണം. നമുക്കൊരു കുടം ഉദാഹരണമായി എടുക്കാം. ഒരു കുടം, ഒരു പാത്രം. സത്യത്തിൽ എന്താണ് കുടം? പാത്രം എന്ന് പറഞ്ഞാൽ എന്താ? കളിമണ്ണ്. കുടം ഉണ്ടാക്കുന്നതിന് മുമ്പും കുടം ഉടഞ്ഞ ശേഷവും കളിമണ്ണ്. ഒരു കളിമണ്ണിനെ കൊണ്ടാണ് പാത്രം ഉണ്ടാക്കുന്നത്, മൺപാത്രം ഉണ്ടാക്കുന്നത്. ആ മൺപാത്രം ഉണ്ടാക്കിയ മൺപാത്രം കുറച്ച് കഴിഞ്ഞ് അത് പൊട്ടിയാൽ അത് വീണ്ടും മണ്ണായിത്തീരുന്നു. അതുപോലെ തന്നെയാണ് ഈ ശരീരവും. ശരീരം നിർമ്മിക്കുന്നതിന് മുമ്പിൽ ആത്മാവ് മാത്രം, അവ്യക്തം. നിർമ്മിക്കുന്നതിന് മുമ്പിൽ അവ്യക്തം. അത് വന്നു കഴിഞ്ഞാൽ, ശരീരം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കാലം ശരീരം, അതിൽ നിന്ന് ഈ ആത്മാവ് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും അവ്യക്തം. ഏത് പ്രകാരമാണോ കുടം, മൺകുടം നിർമ്മിക്കുന്നത്, കുടം ഉപയോഗത്തിലേക്ക് വരുന്നു, അത് കുറച്ച് കഴിഞ്ഞാൽ അത് നശിക്കുന്നു, അത് വീണ്ടും മണ്ണായിത്തീരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരവും. ആദ്യം അവ്യക്തം, പിന്നീട് ശരീരം, പിന്നീട് വീണ്ടും അവ്യക്തം. സത്യത്തിൽ എന്താണ് കുടം? കളിമണ്ണ് മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. അതുപോലെ ഈ കാണുന്ന നാമവും രൂപവും താൽക്കാലികം. ഇപ്പൊ ശരീരത്തിന് പേരുണ്ട്, ശരീരത്തിന് രൂപമുണ്ട്, അല്ലേ? ശരീരത്തിന് നമ്മളൊരു പേര് കൊടുക്കുന്നു, ശരീരത്തിന് ഒരു രൂപം ഉണ്ടാവും. അത് എത്രത്തോളം ഈ ചൈതന്യം ആ ശരീരത്തിൽ ഉണ്ടാവുമോ അത്രത്തോളം മാത്രം. ആ ചൈതന്യം ആ ശരീരം വിട്ടുപോയാൽ പിന്നീട് നമുക്ക് ആ ശരീരം കാണാൻ സാധിക്കില്ല. അത് മണ്ണിൽ ലയിക്കും. കളിമണ്ണ് പോലെ തന്നെ അത് മണ്ണിലും ജലത്തിലും ലയിച്ച് ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ കളിമണ്ണ് പോലെ തന്നെ ആണ് ഈ മനുഷ്യ ശരീരവും. ആത്മാവിനെ മനസ്സിലാക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നതാണ് മായ. ഈ ആത്മാവിനെ കുറിച്ച് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. എന്താണ് ആത്മാവ്? നമ്മളെ ശരീരബോധം മാത്രമേ നമുക്കുള്ളൂ. ശരീരത്തിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ആത്മാവിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്ത? നമ്മളെ തടയുന്നത് ആരാന്ന്? മായയാണ്, ഈ പ്രകൃതിയാണ് നമ്മൾ തടയുന്നത്. ഈശ്വരനിൽ നിന്നും ഈ മായയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും. അതുകൊണ്ട് ആത്മാവും മായയും പ്രപഞ്ചവും ഒന്ന് തന്നെ. നമുക്ക് ഈ മായ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ജ്ഞാനം നമുക്ക് മനസ്സിലാവുന്നില്ല. മായ വന്ന് മറക്കുന്നു. നമുക്കറിയാം, കുളത്തിലെ വെള്ളത്തിൽ പായലുണ്ടെങ്കിൽ, പായൽ നിറഞ്ഞാൽ കുളത്തിലെ വെള്ളം കാണൂല. പായൽ മാത്രമേ കാണൂ. പായൽ നീക്കിക്കഴിഞ്ഞാൽ വെള്ളം ശരിക്ക് കാണും. ഇപ്പൊ പായൽ മായയാണ്. വെള്ളത്തിനെ മറക്കുന്നത് ഈ പായലാണ്. നമ്മളെ ഈ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാതെ നമ്മളെ മറക്കുന്നത് മായയാണ്. ഈ മായയുടെ മൂടുപടം അഴിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ. നമുക്ക്
ഞാൻ ആത്മാവാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. കണ്ണാടി വൃത്തിയില്ലാത്ത ചേറ് പിടിച്ച ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നമുക്ക് നമ്മുടെ മുഖം കാണൂല. ആ ചേറ് ആ കണ്ണാടിയിൽ നിന്ന് മാറ്റിയാൽ നമുക്ക് മുഖം കാണും. അപ്പം നമുക്ക് ജ്ഞാനം ലഭിക്കാത്തതിന് കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ അഴുക്കുകളാണ്. ഈ അഴുക്കുകളെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജ്ഞാനം കിട്ടൂ. ഈ ജ്ഞാനം ലഭിക്കാൻ സായി സച്ചരിതം നമ്മൾ ശരിക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ, കേട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് യഥാർത്ഥ ജ്ഞാനം കിട്ടും. യഥാർത്ഥ ജ്ഞാനം കിട്ടിയാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിരന്തരമായ ശ്രമം ഉണ്ടെങ്കിലേ സാധിക്കൂ. കേവല ശ്രമം കൊണ്ടൊന്നും അത് നടപ്പിലാവില്ല. നിതാന്തമായ പരിശ്രമം അതിൻ്റെ പിറകിൽ ആവശ്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ, മായ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും. സായിനാഥൻ തൻ്റെ പ്രിയ ഭക്തന്മാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഭക്തഭവനങ്ങളിൽ ഒരിക്കലും അന്നത്തിനും വസ്ത്രത്തിനും മുട്ടുണ്ടാവുകയില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു മനുഷ്യന് വേണ്ടുന്നത് എന്താണ്? ഭക്ഷണവും വസ്ത്രവും. സായി ഭഗവാൻ ഗ്യാരണ്ടി പറയുന്ന, സായി ഗ്യാരണ്ടി ചെയ്യുന്നു എന്ന് ഭക്തഭവനങ്ങളിൽ, ഭക്തന്മാരുടെ ഭവനങ്ങളിൽ ഒരിക്കലും അന്നത്തിനും വസ്ത്രത്തിനും മുട്ടുണ്ടാവുകയില്ല. ഭക്തന്മാരുടെ ഭവനങ്ങളിൽ ഭക്തനായിരിക്കണം, യഥാർത്ഥ രൂപത്തിലുള്ള ഭക്തനായിരിക്കണം, കേവല ഭക്തനല്ല. ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ മാത്രം ഒരാൾ ഭക്തനാവുന്നില്ല. നിരന്തരമായ നാമജപം, നിരന്തരമായ കീർത്തനം, നിരന്തരമായി ഈശ്വര കഥകളും കേട്ട് മനസ്സിലാക്കുക, അത് കേട്ട് മനസ്സിലാക്കി മനസ്സിൽ മാറ്റങ്ങൾ വരുത്തി ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ധാരാളം സത്പ്രവൃത്തികൾ ചെയ്യുക, സത്കാര്യങ്ങൾ ചെയ്യുക, പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്യുക. ഇവയൊക്കെ ചെയ്താൽ മാത്രമേ ഒരാൾ ഭക്തനാവുകയുള്ളൂ. അങ്ങനെയുള്ള ഭക്തന്റെ ഭവനങ്ങളിലെ ഒരിക്കലും അന്നത്തിനും വസ്ത്രത്തിനും മുട്ടുണ്ടാവുകയില്ല എന്ന് സായി ഈശ്വരൻ ഏവർക്കും കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. അപ്പം സായി സച്ചരിതം വായിച്ച് സായി പറയുന്നത് കേട്ട് വേണ്ടുന്ന പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തണം. എനിക്ക് അവിടെ നിന്നല്ലാതെ മറ്റാരുമില്ല എന്ന ഭാവത്തോടെ ആർ എന്നിൽ മനസ്സുറപ്പിക്കുന്നുവോ അവരുടെ സമസ്ത കാര്യങ്ങളും ഞാൻ ചെയ്യും. അതെൻ്റെ കർത്തവ്യമാണ്. സായീശ്വരൻ പറഞ്ഞ വാക്കാണ്. സായി സച്ചരിതത്തിൽ സായീശ്വരൻ ഹേമന്ത് പാന്ത് ആയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സായീശ്വരൻ തന്നെയാണല്ലോ ഈ സച്ചരിതം എഴുതുന്നത്. അദ്ദേഹം ഹേമന്ത് പാന്തിൽ കൂടി എഴുതുന്നു. ഹേമന്ത് പാന്ത് കേവലം ഒരു ഉപകരണം മാത്രം. സായീശ്വരൻ തന്നെയാണ്, സായി ഭഗവാൻ തന്നെയാണ് അത് ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് അവിടെ നിന്നല്ലാതെ മറ്റാരുമില്ല എന്ന ഭാവത്തോടെ ആരെന്നിൽ മനസ്സുറപ്പിക്കുന്നുവോ അവരുടെ സമസ്ത കാര്യങ്ങളും ഞാൻ ചെയ്യും. അങ്ങനെ ഒരു ഗ്യാരണ്ടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് സായീശ്വരൻ മാത്രമല്ല, ശ്രീകൃഷ്ണ ഭഗവാനും പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമദേവനും പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അനന്യശ്ചിന്തയന്തോ മാം ഏജനാം പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമഹം. ആര് വേറെ ഒരു ചിന്തയുമില്ലാതെ എന്നെ തന്നെ ഞാൻ പറയുന്നത് പ്രകാരം തന്നെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കും. ഒന്നിനും തട്ടുണ്ടാവില്ല, ഒന്നിനും മുട്ടുണ്ടാവില്ല. അന്നത്തിനും വസ്ത്രത്തിനും ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ശ്രീകൃഷ്ണനും ഇക്കാര്യം പണ്ട് അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ജഗത് പ്രഭുവിനോട് അഹന്തയും ദുരഭിമാനവും ഉപേക്ഷിച്ച് ചോദിക്കും. അതാണ് എപ്പോഴും സായി ഭഗവാൻ പറയുന്നത്. അഹന്തയും ദുരഭിമാനവും മാറ്റണം, അഹങ്കാരവും അഹന്തയും മാറ്റണം. ഇതാണ് ഭക്തിമാർഗങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ തടസ്സം. ഇത് തന്നെയാണ്, അഹന്തയും അഹങ്കാരവും. ഇത് നമ്മൾ മാറ്റാൻ തയ്യാറാവണം. ഇതില്ലാണ്ടാണോ എന്നാലേ ഈ ഈശ്വരൻ നമുക്ക് ഈശ്വര ഭക്തി ഉണ്ടാവും. ഈശ്വരന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ, അനുഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അഹങ്കാരവും അഹന്തയും മാറ്റണം.
ആഹാരത്തിനും വസ്ത്രത്തിനുമായി ക്ലേശിക്കേണ്ടതില്ല. ഇഹലോക സുഖങ്ങളിലും പദവികളിലും മോഹിതരാകരുത്. വേറെ സ്ഥാനമാനങ്ങളിലൊന്നും മോഹിതരാകരുത്. സ്ഥാനമാനങ്ങളിലൊന്നും മോഹിതരാകാതെ ഈശ്വരൻ പറയുന്ന ആ വഴിയിൽ കൂടി നമ്മൾ നടക്കാൻ തയ്യാറായാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ ഏറ്റെടുക്കും. അത് ഗ്യാരണ്ടിയാണ്. അതിലെ അത് ഉറപ്പാണ്. ആഹാരത്തിനും മോഹനസ്വരൂപം മനസ്സിൽ, ഇഷ്ടദേവതയുടെ മോഹനസ്വരൂപം മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കൂ. നമ്മളെ ദേവത ഏതാണോ ആ ഇഷ്ടദേവതയുടെ സ്വരൂപം നമ്മളെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. അമ്പലത്തിലെ ഈശ്വരന്റെ പ്രതിഷ്ഠ നടത്തിയതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഈശ്വര പ്രതിഷ്ഠ നടത്തുക. ആ മനസ്സിൽ ഈശ്വര പ്രതിഷ്ഠ നടത്തിയാൽ അവിടെ ചെയ്യുന്ന പൂജയാണ് നാമജപം, കീർത്തനങ്ങൾ, കഥകൾ വായിക്കുക, കേൾക്കുക, ഈശ്വര പറയുന്ന വഴിയിൽ കൂടി നടക്കുക, പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അഹന്ത, അഹങ്കാരം, ദുരഭിമാനം ഇവയൊക്കെ ഉപേക്ഷിക്കുക. കാമക്രോധ മോഹ ലോഭ അഹങ്കാരം ഇവയൊക്കെ ഉപേക്ഷിക്കുക. എന്നാലേ മറ്റൊന്നിലും താല്പര്യമരുത്. എനിക്ക് വേണ്ടി മാത്രം കൊതിക്കുക. എന്നിൽ മനസ്സ് സദാ നിലനിർത്തൂ. ഈശ്വരനിൽ, നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഈശ്വരനിൽ സദാ മനസ്സ് നിലനിർത്തൂ. നമ്മളെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ പല വഴിക്കും കൊണ്ടുപോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ മനസ്സൊരിക്കലും ഗൃഹകാര്യങ്ങളിലോ വിഷയസുഖങ്ങളിലോ അലിഞ്ഞു പോകില്ല. അതോടെ നിങ്ങൾ നിർഭയരാകും. അതോടെ നമ്മളിലുള്ള ഭയം പോവും, നിർഭയരാകും. മനസ്സിൽ ശാന്തിയും സമാധാനവും നിറയും. നമ്മൾക്ക് ഏവർക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. ശാന്തിയും സമാധാനവും പോയാൽ മാത്രമേ മനസ്സിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഉത്തമ ഭക്തന്റെ അവസ്ഥ. മനസ്സ് അസ്ഥിരമെങ്കിൽ അതൊരിക്കലും ഈശ്വരനുമായി ലയിക്കില്ല. മനസ്സ് അസ്ഥിരമാവാൻ പാടില്ല. സ്ഥിരമായിട്ട് ഈശ്വരനിൽ ഉറപ്പിച്ച് നിർത്തണം. ഉറപ്പിച്ച് നിർത്തണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിത്യേന നമ്മൾ ചെയ്യണം. നിത്യേന ചെയ്താൽ മാത്രമേ മനസ്സ് ഈശ്വരനിലെ, നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഈശ്വരനിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കൂ. മനസ്സ് അസ്ഥിരമെങ്കിൽ അതൊരിക്കലും ഈശ്വരനുമായി ലയിക്കില്ല. അതിനൊരു എളുതായ വഴിയുണ്ട്. പ്രേമഭക്തിയോടെ സായീശ്വരന്റെ കഥാമൃതം കേൾക്കുക. മനസ്സ് ഈശ്വരനിലെ സ്ഥിരമായി നിർത്തണമെങ്കിൽ എളുപ്പ വഴിയുണ്ട്. വിഷമം പിടിച്ച വഴിയൊന്നുമല്ല, എളുപ്പ വഴിയുണ്ട്. സായിയുടെ കഥാമൃതം കേൾക്കുക, ഈശ്വരന്റെ കഥാമൃതം കേൾക്കുക. അതാണ് ഏറ്റവും എളുപ്പമായ മാർഗം. ഈശ്വരന്റെ കഥകൾ കേൾക്കുക. ഈശ്വരന്റെ കഥകൾ കേട്ട് നമ്മുടെ മനസ്സ് ഈശ്വരൻ ക്രമേണ ഉറക്കും. പിന്നെ നമുക്ക് വിഷയസുഖങ്ങളിലുള്ള താല്പര്യം കുറയും. ഗൃഹകാര്യങ്ങളിലോ വിഷയസുഖങ്ങളിലോ അലിഞ്ഞു പോകില്ല. അത് വേണം, അല്ലാതെ അതിൽ അലിഞ്ഞു പോകില്ല. നമുക്കിനി അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇനിയിപ്പം മറ്റൊരു പ്രധാന കാര്യമാണ് ബാബ പറയുന്നത്, രാമനവമീനെ കുറിച്ച്. രാമനവമി ഉത്സവത്തെക്കുറിച്ച് കേൾക്കാം. സായിയുടെ ഷിർദിയില് രാമനവമി മുടങ്ങാതെ വർഷാവർഷം നടത്തുന്നുണ്ട്. അതിൻ്റെ തുടങ്ങിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. രാമനവമി എങ്ങനെയാണ് സായീശ്വരൻ്റെ നേതൃത്വത്തിൽ ഷിർദിയിൽ ആദ്യം തുടങ്ങിയ ആ രാമനവമി ഉത്സവം മുടങ്ങാതെ ഇന്നും ഷിർദിയിൽ നടത്തുന്നുണ്ട്. ഗോപാൽ റാവ് ഗുണ്ടു, സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ട്, പക്ഷെ മക്കളില്ല. സായി കൃപയാൽ അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യമുണ്ടായി. സായിയുടെ കൃപയാൽ അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടായി. ആ സന്തോഷം പങ്കിടാനായി ഗോപാൽ റാവു ഉത്സവം നടത്താൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ സന്താനം ലഭിച്ചതിന് ശേഷം അദ്ദേഹം സായിശ്വരോട് പറഞ്ഞ് ആ സന്തോഷത്തിന് ഞാൻ ഇവിടെ ഒരു ഉത്സവം നടത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു.
ആ സന്തോഷം പങ്കിടാനായി ഗോപാലറാവ് ഉത്സവം നടത്താൻ ആഗ്രഹിച്ചു. ശ്യാമ താത്യ പട്ടേൽ, ദാദാ കോട്ടെ പട്ടേൽ എന്നിവർ മുഖേന ആ ആഗ്രഹം സായി ചരണങ്ങളിൽ സമർപ്പിച്ചു. അഖിലേശൻ അതിന് അനുഗ്രഹവും അനുവാദവും ഏകി. സായിയുടെ കൃപയാൽ അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായി. 3 ഭാര്യമാരുണ്ടായിട്ടും സന്താനങ്ങളില്ല. സായിയുടെ കൃപയാൽ അദ്ദേഹത്തിന് സന്താനങ്ങൾ ലഭിച്ചു. അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം ഒരു ഉത്സവം നടത്താൻ, ഷിർദിയിൽ ഒരു ഉത്സവം നടത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സായിയുടെ അടുത്ത ഭക്തനായ ശ്യാമ മുഖേന സായിയോട് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഉണർത്തിച്ചു. സായി അതിന് അനുവാദം നൽകി. ഇനി വേണ്ടത് സർക്കാരിൽ നിന്നുള്ള അനുവാദമാണ്. സായീശ്വരൻ അനുവദിച്ചു, ഇനി സർക്കാരിൻ്റെ പെർമിഷൻ വേണ്ടേ? അന്നത്തെ സർക്കാർ ഏതാണോ ആ സർക്കാരിൻ്റെ. അതിനായി അപേക്ഷിച്ചു. പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ മൂലം അനുമതി നിഷേധിച്ചു. ചില ഉദ്യോഗസ്ഥന്മാർ ഉത്സവം നടത്താൻ അനുമതി കൊടുത്തില്ല. പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ അനുമതി നിഷേധിച്ചു. എന്നാൽ സായിനാഥന്റെ അനുമതി പാഴിലാകുമോ? ഭക്തന്മാർ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ കളക്ടർ അനുമതി നൽകി. ആദ്യം കളക്ടർ അനുമതി കൊടുത്തില്ല. സായീശ്വരൻ ആദ്യമേ അനുമതി കൊടുത്തനെ, ഗവൺമെന്റിന്റെ അനുവാദവും വേണ്ടേ? ആദ്യം കൊടുത്തില്ല. സായീശ്വരൻ വീണ്ടും അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും അപേക്ഷ കൊടുത്തേരം കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ കളക്ടർ തന്നെ അതിന് അനുവാദം കൊടുത്തു. ബാബയുടെ അനുഗ്രഹത്താൽ ഉത്സവം രാമനവമി നാളിൽ നടത്തുവാൻ തീരുമാനിച്ചു. രാമനവമി നാളിൽ ഉത്സവം നടത്താൻ തീരുമാനിച്ചു. കരുണാനിധിയായ സായിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. ഈ ഉത്സവം നടത്തുവാൻ ബാബ അനുവാദം കൊടുത്തതിൻ്റെ പിന്നിൽ ബാബക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താ ഉദ്ദേശം? ഹിന്ദു മുസ്ലിം മൈത്രി ഉറപ്പിക്കുക. ഹിന്ദുക്കളും മുസ്ലിങ്ങളും മൈത്രി, അവർ തമ്മിലുള്ള സൗഹൃദം ഉറപ്പിക്കുക. അത് വേണം. അവർ തമ്മിൽ അപ്പുറം ഇപ്പുറം കലഹിക്കാൻ പാടില്ല. സൗഹൃദം നിലനിർത്തണം. അവിടുന്ന് ആ ലക്ഷ്യം സാധിക്കുകയും ചെയ്തു. സായിയുടെ ഉദ്ദേശം അതായിരുന്നു. ആ ലക്ഷ്യം സാധിക്കുകയും ചെയ്തു. ഉത്സവാനുമതി ലഭിച്ചെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു. ഷിർദിയിൽ ജലക്ഷാമം രൂക്ഷം. ജലക്ഷാമം ഉണ്ടായി. ഉത്സവത്തിന് ജലക്ഷാമം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഉത്സവം ഭംഗിയിൽ നടത്താൻ സാധിക്കില്ലല്ലോ. ആകെ 2 കിണറേ ഗ്രാമത്തിലുള്ളൂ. ആ ഗ്രാമത്തിലെ 2 കിണറേ ഉള്ളൂ. ഒന്നിൽ ഉപ്പുവെള്ളം, മറ്റേതിൽ ജലം വറ്റുകയും ചെയ്തു. ഒന്നിൽ ഉപ്പുവെള്ളം, അത് ഉപയോഗിക്കാൻ പറ്റൂല. മറ്റേതിൽ ജലം വറ്റി. വിവരമറിഞ്ഞ സായീശ്വരൻ കിണറ്റിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. അതോടെ ആ ജലം ഉപയോഗയോഗ്യമായി. ഉപ്പുവെള്ളത്തിൽ സായി എന്ത് ചെയ്തു? കുറച്ച് പുഷ്പങ്ങളെടുത്ത് ഉപ്പുവെള്ളത്തിലിട്ടു. പിന്നീട് അത് ഉപയോഗപ്രദമായി മാറി, ഉപയോഗയോഗ്യമായി. ഉത്സവത്തിന് ഗ്രാമവും ഭക്തരും തയ്യാറായി. അങ്ങനെ രാമനവമി ദിവസം തീർത്ഥാടകർ തടിച്ചുകൂടി ആചാരപൂർവം 2 കൊടിക്കൂറകൾ ഗ്രാമത്തിലൂടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു ദ്വാരകാമയി മസ്ജിദിന്റെ ഇരുവശത്തും സ്ഥാപിച്ചു. 2 കൊടിക്കൂറകൾ, 2 ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 2 വിഭാഗങ്ങളായി കൊടികൾ ഉയർത്തിക്കൊണ്ട് നടന്നു. ഈ കൊടിക്കൂറകൾ നിമങ്കോറിന്റെയും ദാമു അന്നയുടെയും ആയിരുന്നു. ഇന്നും കൊടിക്കൂറ പ്രദക്ഷിണം തുടരുന്നു. ഇന്നും കൊടിക്കൂറ പ്രദക്ഷിണം ഷിർദിയിൽ തുടരുന്നു. ഇപ്പൊ രാമനവമി ആഘോഷം എന്ന പേരിൽ ഇന്നും ഷിർദിയിൽ ഈ ഉത്സവം നടക്കുന്നുണ്ട്. ഈ ഉത്സവത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയെല്ലാം ആണ് അവർ പരിപാടി നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നാളെ പ്രതിപാദിക്കാം. 9ാമത്തെ ദിവസമാണ് ഇന്ന്. 10ാമത്തെ ദിവസം അതിനെക്കുറിച്ച് പ്രതിപാദിക്കാം. നമ്മളെല്ലാ ആൾക്കാരും കേട്ടവർ, ഞാൻ ആദ്യമേ പറയുന്നത് പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രം കേട്ടാൽ പോരാ, മറ്റുള്ളവർക്കും കേൾക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. നമ്മളൊക്കെ മറ്റുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, ആധ്യാത്മികപരമായിട്ട് താല്പര്യമുള്ള ഗ്രൂപ്പ്, ആധ്യാത്മിക കാര്യങ്ങൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ അതൃപ്തി ഉണ്ടാവും. അങ്ങനെ അതൃപ്തിയുള്ള ആളെക്കുറിച്ചല്ല പറയുന്നത്. സായിൻ്റെ ദർശനത്താൽ അതൃപ്തി മാറും. സായിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അതൃപ്തി മാറിക്കിട്ടും. ധാരാളം കാര്യങ്ങൾ അവർക്ക് ലഭ്യമാകും. മുടങ്ങിക്കിടക്കുന്ന ധാരാളം പ്രശ്നങ്ങളെ അവർക്ക് തീർക്കാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇതുവഴി നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ അവസരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.
മറ്റുള്ളവരോട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. എന്നാലും കൂടുതൽ ആൾക്കാരിലേക്ക് ഇതെത്താൻ ഉള്ള കാരണം അതുവഴി നടക്കുക. അപ്പോൾ അതിന് വേണ്ടത്ര സഹായ സഹകരണങ്ങൾ നിങ്ങളെല്ലാ ആൾക്കാരും ചെയ്തു തരണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ ആൾക്കാർക്കും ഓം ശ്രീ സായിയെ സായീശ്വരായ നമഃ.